എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ അഭിപ്രായങ്ങളടക്കം വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ജിത്തു അഷ്റഫിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, ജഗദീഷ്, റംസാൻ, വിശാഖ് നായർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചിത്രത്തിന്റെ ആദ്യ റെഗുലർ ഷോകളെല്ലാം കഴിഞ്ഞ് ചിത്രത്തിന്റെ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന് എങ്ങും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ടെക്നിക്കൽ വശങ്ങൾ, അതുപോലെ തന്നെ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്, ചിത്രത്തിലെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിനുമാണ് കൂടുതലും മികച്ച അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിനോട് നീതി പുലർത്തിയ സെക്കൻഡ് ഹാഫും അതുപോലെ തന്നെ എൻഗേജിംഗ് ആയിട്ടുള്ള സ്ക്രീൻ പാക്കും മികച്ച കൈയടികളാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിലുപരി ഫാമിലി ഡ്രാമ ത്രില്ലർ, അതോടൊപ്പം തന്നെ ഫാമിലിക്ക് കൂടുതൽ ഹോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളും സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഫാമിലി ഡ്രാമ മൂവിയായിട്ട് സിനിമ മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ രേഖാചിത്രം എന്ന സിനിമയ്ക്ക് ശേഷം ഹെവി പോസ്റ്റ് അഭിപ്രായങ്ങൾ നേടുന്ന മറ്റൊരു മലയാള സിനിമയായി കുഞ്ചാക്കോ ബോബൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ സിനിമ കൂടിയായി ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറിയിരിക്കുകയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടുവരാണെങ്കിൽ സിനിമയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി മറ്റുള്ള സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഫെബ്രുവരി മാസം 14-ാം തീയതി വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ബ്രോമാൻസ്. നിലവിൽ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ബ്രോമാൻസ് എന്ന സിനിമയുടെ 6ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 5,77,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 13,50,00,000 14 കോടി റേഞ്ചിലേക്കും എത്തിയിരിക്കുകയാണ്. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ സിനിമകളിൽ രണ്ടാമത്തെ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ദാവീദ്. ആന്റണി വർഗീസ് വെബൻ നായകനെത്തി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ. ഈ സിനിമയെ നിലവിൽ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 6ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ ആകെ 6 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 4,28,00,000 എത്തിയിരിക്കുകയാണ്. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മൂന്നാമത്തെ സിനിമയാണല്ലോ പൈങ്കിളി. സജിൻ ഗോപു, അനശ്വരാജൻ കൂട്ടുകെട്ടിൽ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 6 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുമ്പോൾ 6ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 25 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 2,88,00,000 എത്തിയിരിക്കുകയാണ്. ഇനി ജനുവരി മാസം അവസാന വാരം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ബേസിൽ ജോസഫിന്റെ പൊന്മാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ കേരളത്തിൽ ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട സിനിമയുടെ ഏറ്റവും പുതിയ കേരള ഗ്രോസ് കളക്ഷൻ 10,24,00,000 വെറും 21 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വിജയിച്ചിരിക്കുകയാണ്. അതേസമയം ഒരു ജാതി ജാതകം എന്ന വിനീത് ശ്രീനിവാസന്റെ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള ഗ്രോസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ വെറും 20 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 7,58,00,000 എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ 2021 ആമസോൺ പ്രൈം എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമ കൂടിയാണല്ലോ ലാലേട്ടൻ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിന്റെ ദൃശ്യം 2. ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമയാണെങ്കിൽ പോലും ഇന്ത്യ ഒട്ടാകെ വമ്പൻ തരംഗമാണല്ലോ ചിത്രത്തിന് ലഭിച്ചിരുന്നത്. നിലവിൽ ഒരുപാട് സിനിമ പ്രേക്ഷകരാണ് ദൃശ്യത്തിന്റെ 3ാം ഭാഗത്തിനായി കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് പ്രേക്ഷകർ കാത്തിരുന്ന ആ അപ്ഡേറ്റ് ലാലേട്ടൻ തന്നെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. ദൃശ്യത്തിന്റെ 3ാം ഭാഗമായ ദൃശ്യം 3 എന്ന സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റ് ഇപ്പോൾ ലാലേട്ടൻ നടത്തിയിരിക്കുകയാണ്. ലാലേട്ടനോടൊപ്പം ചിത്രത്തിന്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരും ചിത്രത്തിന്റെ സംവിധായകനായ ജിത്തു ജോസഫും ചേർന്നുള്ള ഫോട്ടോയാണ് ഇപ്പോൾ ലാലേട്ടൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമാവുകയാണ് ഈ പോസ്റ്റർ. അതോടൊപ്പം ദൃശ്യം 2 എന്ന സിനിമ ഡയറക്റ്റ് OTT റിലീസായിരുന്നല്ലോ ചെയ്തിരുന്നത്. എന്നാൽ ദൃശ്യം 3 എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് ചിത്രത്തിന്റെ അണിയറപ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. ചിത്രം അടുത്ത വർഷം അവസാനത്തോടെ ആയിരിക്കും ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന അപ്ഡേറ്റുകളും അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.